ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ പുറപ്പാട് പുസ്തകം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിലെ രാജാവായ ഫറവോൻ്റെ കഠിനമനസ്സ് മാറ്റുന്നതിനും ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുമായി ദൈവം അയച്ച 10 ബാധകളെ കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ബാധയാണ് നൈൽ നദിയിലെ വെള്ളം രക്തമായത്. നൈൽ നദിയിലെയും ഈജിപ്തിലെ എല്ലാ ജലാശയങ്ങളിലും വെള്ളം രക്തമായി മാറി. മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും വെള്ളം കുടിക്കാൻ കഴിയാതാവുകയും ചെയ്തു. രണ്ടാമത്തെ ബാധയാണ് തവള. ഈജിപ്ത് ദേശം മുഴുവൻ തവളകളെ കൊണ്ട് നിറഞ്ഞു. വീടുകളിലും കിടപ്പറകളിലും അടുക്കളയിലും വരെ തവളകൾ വ്യാപിച്ചു. മൂന്നാമത്തെ ബാധ പേൻ അല്ലെങ്കിൽ കൊതുകുകൾ. നിലത്തെ പൊടി പേനായി മാറി മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ പീഡിപ്പിച്ചു. നാലാമത്തെ ബാധയാണ് ഈച്ചകൾ. ഈജിപ്തുകാരുടെ വീടുകളിലും നാട്ടിലും വൻതോതിൽ ഈച്ചകൾ നിറഞ്ഞു. എന്നാൽ ഇസ്രായേൽ ജനത പാർത്തിരുന്ന ഗോഷ്യൻ ദേശത്ത് ഈ ബാധ ഉണ്ടായിരുന്നില്ല. അഞ്ചാമത്തെ ബാധയാണ് മൃഗങ്ങൾക്കുള്ള വ്യാധി. ഈജിപ്തുകാരുടെ കുതിരകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, ആടുമാടുകൾ എന്നിവ വലിയൊരു പ്ലാഗ് ബാധിച്ച് ചത്തുപോയി. ആറാമത്തെ ബാധയാണ് പരുക്കൾ, തൊലിപ്പുറത്തെ വ്രണങ്ങൾ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ വേദനാജനകമായ പരുക്കുകളും വ്രണങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഏഴാമത്തെ ബാധയാണ് കൽമഴ അല്ലെങ്കിൽ ആലിപ്പഴം വീഴ്ച. കഠിനമായ ഇടിമുഴക്കത്തോടും തീജ്വാലകളോടും കൂടി വലിയ ആലിപ്പഴങ്ങൾ പെയ്തു. ഇത് കൃഷിയെയും മരങ്ങളെയും പുറത്തുനിന്ന മനുഷ്യരെയും നശിപ്പിച്ചു. എട്ടാമത്തെ ബാധയാണ് വെട്ടുക്കിളികൾ. കൽമഴയിൽ നിന്ന് ബാക്കിയായ സസ്യങ്ങളെയും മരങ്ങളെയും വെട്ടുക്കിളിക്കൂട്ടം വന്ന് തിന്നു തീർത്തു. ഒമ്പതാമത്തെ ബാധയാണ് അന്ധകാരം. ഈജിപ്ത് ദേശം മുഴുവൻ 3 ദിവസത്തേക്ക് കഠിനമായ ഇരുട്ടിൽ മുങ്ങി. ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ പോലും സാധിക്കാത്ത അത്രയും കനത്ത അന്ധകാരമായിരുന്നു അത്. പത്താമത്തെ ബാധയാണ് കടിഞ്ഞൂലുകളുടെ മരണം അല്ലെങ്കിൽ കടിഞ്ഞൂൽ സംഹാരം. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാർ കടിഞ്ഞൂലുകൾ എല്ലാവരും ഒരു രാത്രിയിൽ മരിച്ചു. ഈ ബാധയ്ക്ക് ശേഷമാണ് ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ തയ്യാറായത്. ഈ ബാധകളെല്ലാം വെറും ഒരു ശിക്ഷ മാത്രമല്ലായിരുന്നു, മറിച്ച് അക്കാലത്തിൽ ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന വിവിധ ദേവന്മാരുടെ മേൽ സത്യദൈവത്തിനുള്ള അധികാരം വെളിപ്പെടുത്തുന്നതിന് കൂടിയായിരുന്നു. ഉദാഹരണത്തിന് നൈൽ നദിയെ അവർ ദൈവമായി കരുതിയിരുന്നു. എന്നാൽ അത് രക്തമായി മാറിയപ്പോൾ അവരുടെ ദൈവത്തിന് അത് തടയാനായില്ല.